بسم الله الرحمن الرحيم أشرقت نفسي بنور من فؤادي حينما رددت يا رب العباد، وانتشت روحي وصار الدمع يجري. يا إلهي خذ بقلبي للرشاد. أشرقت نفسي بنور من فؤادي حينما رددت يا رب العباد، وانتشت روحي وصار الدمع يجري. يا إلهي خذ بقلبي للرشاد. أشرقت نفسي بنور من فؤادي حينما رددت يا رب العباد، وانتشت روحي وصار الدمع يجري. يا إلهي خذ بقلبي للرشاد. في سكون الليل أدعو في سجودي، والدجى حولي سواد في سوادي. يا رؤوفا يا رحيما يا حليما يا كريما ما لفضلك من نفادي. يا سميعا يا مجيبا يا عظيما اهدني يا خالق السبع الشداد. أشرقت نفسي بنور من فؤادي حينما رددت يا رب العباد، وانتشت روحي وصار الدمع يجري. يا إلهي خذ بقلبي للرشاد. أشرقت نفسي بنور من فؤادي حينما رددت يا رب العباد، وانتشت روحي وصار الدمع يجري. يا إلهي خذ بقلبي للرشاد. للهدى والحق وفقني إلهي فعلى. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة، ويضل الله الظالمين ويفعل الله ما يشاء. സ്നേഹാദരണീയരായ
സഹോദരങ്ങളെ, സഹോദരികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ സകല രംഗങ്ങളിലും സർവശക്തനായ നാഥനെ സൂക്ഷിച്ച് അവൻ്റെ മുഖറബുകളായ അടിമകളായി തീരണയെന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഭൂമിലോകത്തെ നമ്മുടെ ജീവിതം നൈമിഷികമാണ് എന്ന് നമുക്കറിയാം. ഒരു നാൾ ഇവിടുത്തെ ജീവിതം അവസാനിപ്പിച്ച് അനന്തമായ എന്നെന്നും അവസാനിക്കാത്ത ഒരു ലോകത്തേക്ക് യാത്ര പോകേണ്ടവരാണ് നമ്മളെല്ലാവരും. മരണമെന്ന യാഥാർത്ഥ്യം എല്ലാവരും അനുഭവിക്കേണ്ടവരാണ് എന്ന് നമുക്കറിയാം. മരിക്കാത്തവരായി ആരും തന്നെയില്ല എന്ന യാഥാർത്ഥ്യവും നമുക്കറിയാം. എങ്കിലും വിശുദ്ധ ഖുർആൻ ഇടയ്ക്കിടെ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മരണത്തെ ആരും നിഷേധിക്കുന്നില്ലെങ്കിലും, മരണം ഒരു നാൾ സംഭവിക്കുമെന്ന് ഉറപ്പാണെങ്കിലും, ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസികളെ ഇടയ്ക്കിടെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, എല്ലാവരും മരിക്കേണ്ടി വരുമെന്ന്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ വചനമാണ് വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലു ഇംറാനിൻ്റെ 185-ാമത്തെ വചനം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഓരോ ആത്മാവും മരണം രുചിക്കുക തന്നെ ചെയ്യും. വ്യത്യാസമില്ല, ആരായിരുന്നാലും, പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും പണക്കാരനോ പണിക്കാരനോ വ്യത്യാസമില്ലാതെ ഓരോ നഫ്സും മരണം രുചിക്കുക തന്നെ ചെയ്യും. വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. എന്നിട്ട് മനുഷ്യരുടെ കർമ്മങ്ങളുടെ കൃത്യമായ പ്രതിഫലം നൽകപ്പെടുന്ന വേദി മരണത്തിന് ശേഷം പരലോകത്ത് വെച്ചാണ് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലായിടത്തേക്കും മരണം കയറി ചെല്ലുകയാണ്. പാവപ്പെട്ടവൻ്റെ കുടിലിലേക്കും പണക്കാരൻ്റെ കൊട്ടാരത്തിലേക്കും മരണം കയറി ചെല്ലുന്ന യാഥാർത്ഥ്യം നമുക്കറിയാം. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങളെവിടെയാണെങ്കിലും, ഐനമാ കുൻതും, നിങ്ങളെവിടെയാണെങ്കിലും, യുദ്രിക്കുമുൽ മൗത്ത്, മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. കെട്ടിയുണ്ടാക്കപ്പെട്ട, ഭദ്രമായി സംവിധാനിക്കപ്പെട്ട നിങ്ങളുടെ കൊട്ടാരങ്ങളിലും മണിമാളികകളിലും സുന്ദരമായ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും അവിടേക്കും മരണം കയറി ചെല്ലുമെന്ന് 4-ാം അധ്യായത്തിലൂടെ നാഥൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഭൂമിലോകത്ത് ശാശ്വതമായി ആർക്കെങ്കിലും ജീവിക്കാൻ സൗഭാഗ്യം ലഭിക്കുമായിരുന്നെങ്കിൽ അന്തിമപ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കായിരുന്നു അതിന് സൗഭാഗ്യം ലഭിക്കേണ്ടിയിരുന്നത്, ആ ഭാഗ്യം അല്ലാഹു നൽകേണ്ടിയിരുന്നത് എന്നൊരു കവി തൻ്റെ ഈരടികളിലൂടെ സൂചിപ്പിച്ചത് എത്ര യാഥാർത്ഥ്യമാണ്. വലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദിൻ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. വലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദിൻ. ഈ ഭൂമി ലോകത്ത് ആരെങ്കിലും ശാശ്വതമായി നിലനിൽക്കുമായിരുന്നെങ്കിൽ, മരിക്കാതെ നിലകൊള്ളുമായിരുന്നെങ്കിൽ, ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. അന്തിമ പ്രവാചകനായ റസൂലുള്ള ഈ ഭൂമി ലോകത്ത് മരിക്കാതെ നിലനിൽക്കേണ്ടതായിരുന്നു. പക്ഷേ എല്ലാവരും മരണപ്പെട്ടു. എല്ലാ മനുഷ്യരും മരണപ്പെടുന്നതാണ്. ഖുർആൻ കൃത്യമായി ഈ ആശയം പല സൂക്തങ്ങളിൽ പഠിപ്പിക്കുന്നു. അതിനെ വിശദീകരിച്ച് പണ്ഡിതന്മാരും ഇതെല്ലാം വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. മരണശേഷം
മനുഷ്യൻ പുതിയ ഒരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. പുതിയ ഒരു ജീവിതത്തിന് തുടക്കം കുറിക്കുകയാണ്. ആഖിറത്തിൻ്റെ പരലോകത്തിൻ്റെ ഭാഗമായ, പരലോകത്തിൻ്റെ തുടക്കമായ ഖബർ ജീവിതമാണ്, ബർസഖി ജീവിതമാണ് മരണശേഷം മനുഷ്യൻ ആദ്യം അഭിമുഖീകരിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിൽ അതിൻ്റെ 99-ാമത്തെ വചനത്തിൽ മരണമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം, മരണത്തെ സംബന്ധിച്ച് വിശദീകരിച്ചതിന് ശേഷം ഉടൻ വിശുദ്ധ ഖുർആൻ പറയുന്നു, മരണശേഷം മനുഷ്യർക്ക് മറ്റൊരു ജീവിതമുണ്ട്. മനുഷ്യരെ പുനരുദ്ധാനം നടത്തുന്നത് വരെ മനുഷ്യർ മറ്റൊരു ജീവിതം നയിക്കേണ്ടവരാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. വമിൻ വറാഇഹിം, അവർക്ക് പിന്നിലുണ്ട്, മരണത്തിന് ശേഷം മനുഷ്യർക്ക് പിന്നിലുണ്ട് ബർസഖിയായ ഒരു ലോകമുണ്ട്, ബർസഖിയായ ഒരു ജീവിതമുണ്ട്. ഇലാ യൗമി യുബഅസൂൻ, എല്ലാ മനുഷ്യരെയും പുനരുദ്ധാനം നടത്തുന്നത് വരെ ബർസഖിയായ ഒരു ലോകമുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. സത്യവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് ശേഷം ഈ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആവേശത്തോടുകൂടെ, ആനന്ദത്തോടുകൂടെ, ആഹ്ലാദത്തോടുകൂടെ ആയിരിക്കും ഈ ജീവിതത്തെ അവർ അഭിമുഖീകരിക്കുക എന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. തമ്മാടികളായ, താന്തോന്നികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം മരണശേഷം അവർ അഭിമുഖീകരിക്കുവാനുള്ള ഈ പുതിയ ജീവിതം അവർക്ക് അസഹ്യമായി തീരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഇദാ വുളിഅത്തിൽ ജനാസ ഫഹ്തമലഹ الرجال على അഅനാഖിഹിം. ഇദാ വുളിഅത്തിൽ ജനാസ, ഒരു ജനാസയെ കൊണ്ടുവന്ന് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു ജനാസയെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി വെക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഫഹ്തമലഹ الرجال على അഅനാഖിഹിം, പുരുഷന്മാർ അവരുടെ പിരടികളിൽ ആ ജനാസയെ വഹിച്ചു കൊണ്ടുപോകുവാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ, ഫഇൻ കാനത് സ്വാലിഹത്തൻ, ആ മനുഷ്യൻ സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ, ആ മരണപ്പെട്ട വ്യക്തി നല്ല ഒരു മനുഷ്യനാണെങ്കിൽ, ഖാലജ്, അവിടുന്ന് പറയുമെന്നാണ്, ആ മനുഷ്യൻ പറഞ്ഞു പോകുമെന്നാണ്, ഖദ്ദിമൂനി, എന്നെ നിങ്ങൾ വേഗത്തിൽ കൊണ്ടുപോകണം, എന്നെ നിങ്ങൾ വേഗത്തിൽ കൊണ്ടുപോകണം, നിങ്ങൾ സാവകാശം കാണിക്കരുത്. എൻ്റെ ജീവിതത്തിൻ്റെ 2ാമത്തെ ഘട്ടമായ ബർസഖി ലോകം, അവിടെ പുതിയൊരു ജീവിതമുണ്ട്, ആ ജീവിതത്തിലേക്ക് എനിക്ക് വേഗത്തിലെത്തണം. ഖദ്ദിമൂനി, എന്നെ വേഗത്തിൽ കൊണ്ടുപോകണം. വഇൻ കാനതു ഗൈറു സ്വാലിഹ, നല്ല മനുഷ്യനല്ല എങ്കിൽ, തമ്മാടിയായ, താന്തോന്നിയായ, കാഫിറായ മനുഷ്യനാണ് എങ്കിൽ, ഖാലജ്, ആ മനുഷ്യൻ പറഞ്ഞു പോകുമെന്നാണ്, ലി അഹ്ലിഹ, അവൻ്റെ ആളുകളോട് പറയും, യാ വൈലഹ ഐന യദ്ഹബൂന ബിഹാ, നിങ്ങൾക്ക് നാശം, എവിടേക്കാണ് ഇതുമായി നിങ്ങൾ പോകുന്നത്? എന്നിട്ട് റസൂലുള്ള പറയുന്നു, യസ്മഉ സൗതഹാ കുല്ല ഷൈഇൻ ഇല്ലൽ ഇൻസാൻ, മനുഷ്യനല്ലാത്ത എല്ലാ ജീവജാലങ്ങളും ഈ ശബ്ദം കേൾക്കുമെന്നാണ്, മനുഷ്യർ മാത്രം കേൾക്കുകയില്ല. വലൗ സമിഅൽ ഇൻസാനു ലസൈഖ, മനുഷ്യരെങ്ങാനും ആ ശബ്ദം കേട്ടിരുന്നുവെങ്കിൽ, ആ സംസാരം കേട്ടിരുന്നുവെങ്കിൽ അവന് ബോധക്ഷയം സംഭവിക്കുമായിരുന്നു എന്ന് റസൂലുള്ള വിശദീകരിക്കുകയാണ്. ബർസഖി ലോകത്തോട് സത്യവിശ്വാസികളായ ആളുകളുടെ സമീപനത്തെക്കുറിച്ചാണ് റസൂലുള്ള ഇവിടെ വിശദീകരിച്ചത്. നല്ല മനുഷ്യരായി ജീവിച്ചാൽ, നാഥനെ സൂക്ഷിച്ച് ജീവിച്ചാൽ, റബ്ബിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ നിഖില മണ്ഡലങ്ങളിലും സൂക്ഷിച്ചാൽ, മരണശേഷം അഭിമുഖീകരിക്കാനുള്ള ബർസഖി ലോകം, ഖബർ ജീവിതം, അവിടെ നല്ല അനുഭൂതികൾ, നല്ല രൂപത്തിൽ അതിനെ സമീപിക്കാൻ വിശ്വാസികൾക്ക് കഴിയുമെന്നാണ് ഇവിടെ റസൂലുള്ളയുടെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മരണശേഷമുള്ള ഈ ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുമ്പോൾ, ആഖിറത്തിന്റെ തുടക്കമായ ഖബർ ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ബർസഖ് എന്ന പദപ്രയോഗമാണ് നടത്തിയിട്ടുള്ളത്. ബർസഖ് എന്ന പദത്തിൻ്റെ ഭാഷയിൽ 2 വസ്തുക്കൾക്കിടയിലുള്ള മറ എന്നാണ് അർത്ഥം. അൽ ഹാജിസു ബൈന ഷൈഇൻ
രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള മറ എന്നാണ് ഭാഷാപരമായി ബർസഖ് എന്ന പദത്തിൻ്റെ അർത്ഥം. എന്നാൽ വിശുദ്ധ ഖുർആനിൽ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിൽ ആ മുഅ്മിനൂനിൻ്റെ 100-ാമത്തെ വചനത്തിൽ വിശദീകരിച്ച ബർസഖ് എന്ന പദം, ആ പദത്തിൻ്റെ വിശദീകരണം എന്ത് എന്ന് പണ്ഡിതന്മാർ കൃത്യമായി രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ലിസാനുൽ അറബ് പോലെയുള്ള ഭാഷാ നിഘണ്ടുകൾ പരിശോധിക്കുമ്പോൾ ബർസഖിന് കൃത്യമായ നിർവചനം നമുക്കവിടെ കാണാൻ കഴിയും. ലിസാനുൽ അറബിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അൽ ബർസഖു, ബർസഖ് എന്ന് പറഞ്ഞാൽ മാ ബൈന ദുനിയ വൽ ആഖിറ, ആഖിറത്തിനും ദുനിയാവിനും ഇടയിലുള്ള സമയപരിധിക്കാണ്, കാലയളവിനാണ് ബർസഖ് എന്ന് പറയുന്നത്. ഖബിലൽ ഹശ്രി മിൻ വഖ്തിൽ മൗതി ഇലൽ ബഅസ്, ഒരു മനുഷ്യന്റെ മരണം മുതൽ പുനരുദ്ധാനം നടക്കുന്നത് വരെ അതിനിടയിലുള്ള കാലപരിധിക്കാണ് ബർസഖ് എന്ന് പറയുന്നത്. ബർസഖിയായ ജീവിതത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം, മനുഷ്യർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ കബറിടങ്ങളിൽ അവർ ചെയ്ത അവരുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ, അവരുടെ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ ശിക്ഷകളും ലഭിക്കപ്പെടുമെന്നാണ് സത്യത്തിൻ്റെ കക്ഷിയുടെ വിശ്വാസം. അഖീദയുടെ ഭാഗമാണത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം അങ്ങനെയാണ്. മരണശേഷം മനുഷ്യർ ഖബറിൽ വെച്ച് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നവരുണ്ട്. അതുപോലെ തന്നെ അവിടെ സൗഭാഗ്യം ലഭിക്കുന്ന ആളുകളുണ്ട്, അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ആളുകളുണ്ട്. ഖബറിൽ നഈമുണ്ട്, അതുപോലെ തന്നെ അദാബുണ്ട് എന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. എന്നാൽ പിഴച്ച ധാരാളം കക്ഷികൾ ഈ അവസ്ഥയെ, ഖബറിൽ മനുഷ്യർ അനുഭവിക്കേണ്ടി വരുന്ന നല്ല അനുഭൂതികളെയും ചീത്ത അനുഭൂതികളെയും നിഷേധിക്കുന്ന കക്ഷികൾ ഒരുപാടുണ്ട്. പക്ഷേ സത്യത്തിൻ്റെ കക്ഷി അത് അംഗീകരിക്കുകയാണ്. യുഅ്മിനൂന ബിഫിത്നത്തിൽ ഖബർ, അവർ ഖബറിൽ വെച്ച് ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നതിൽ വിശ്വസിക്കുന്നു എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ വിശദീകരിക്കുന്ന കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഒരുപാട് തെളിവുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയുകയാണ്. സത്യത്തിൽ ഈ ഒരു ചിന്തയാണ് മരണശേഷം നമ്മുടെ മരണശേഷം ഖബർ ലോകത്ത്, ബർസഖി ലോകത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ഈ അവസ്ഥകളെക്കുറിച്ചുള്ള ചിന്തയാണ് സത്യത്തിൽ നമ്മെ നന്മകളിലേക്ക് നയിക്കുന്നത്. തിന്മകളിൽ നിന്ന് നമ്മെ തടയുന്നത് ഈ ചിന്തയാണ്. ഈ നിമിഷം ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷങ്ങളിൽ ഞാൻ അഭിമുഖീകരിക്കാൻ പോകുന്ന അവസ്ഥകൾ എന്തായിരിക്കും നാഥ? എൻ്റെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്നെ ഖബറിലേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? എനിക്ക് നല്ല അനുഭൂതിയായിരിക്കുമോ അതോ എനിക്കവിടെ ശിക്ഷയായിരിക്കുമോ എന്ന ഭയം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതവരുടെ മനസ്സകങ്ങളിൽ അവർ സൂക്ഷിക്കുമ്പോൾ എപ്പോഴും നന്മകളിലേക്ക് നമ്മൾ നടന്നു നീങ്ങുകയാണ്, തിന്മകളിൽ നിന്ന് നമ്മൾ മാറിപ്പോകുകയാണ്. ഈ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എവിടെയായിരിക്കും? എൻ്റെ അവസ്ഥ എന്തായിരിക്കും? എന്നെ ആരും സംരക്ഷിക്കാനുണ്ടാകുകയില്ല. ഭൂമി ലോകത്തെ എൻ്റെ പ്രിയപ്പെട്ടവരും എൻ്റെ ചങ്ങാതിമാരും വേണ്ടപ്പെട്ടവരുമെല്ലാം എന്നെ ഉപേക്ഷിച്ച് അവരെല്ലാവരും എന്നെ ഖബറിലേക്ക് വെച്ച് തിരിച്ചു പോരുമ്പോൾ പിന്നീട് അനുഭവിക്കേണ്ടത് ഞാൻ മാത്രമാണ്. അതുകൊണ്ട് അതെനിക്ക് ആലോചിക്കാൻ വയ്യ എന്ന ചിന്ത വിശ്വാസികളുടെ മനസ്സുകളിൽ ഉണ്ടാകുമ്പോൾ വിശ്വാസികളെ നമ്മെ നന്മയിലേക്ക് അത് നയിക്കുകയാണ്. അതുകൊണ്ടാണ് അന്തിമ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത്, ഏതേത് സമയങ്ങളിലും ഈ ചിന്ത നിങ്ങളുടെ മനസ്സുകളിൽ നിങ്ങൾ സൂക്ഷിക്കണേ, അതിന് നിങ്ങൾ ഖബർ സന്ദർശിക്കണം. റസൂലുള്ള ഒരു സുന്നത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. ആദ്യകാലത്ത് ഖബർ സിയാറത്ത് അനുവദിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് റസൂലുള്ള പറഞ്ഞു, അലാ ഫസൂറുഹാ, നിങ്ങൾ സന്ദർശിക്കണേ, ഖബറിടങ്ങൾ നിങ്ങൾ സന്ദർശിക്കണേ. ഖബറിടങ്ങൾ നിങ്ങൾ സന്ദർശിക്കുമ്പോൾ നിങ്ങൾക്ക് ചില നേട്ടങ്ങളുണ്ട്. ഫഇന്നഹാ തുദക്കിറകുമുൽ ആഖിറ, പരലോകത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ വരും, നിങ്ങൾക്ക് പരലോകത്തെക്കുറിച്ചുള്ള സ്മരണ വരും. മരണശേഷമുള്ള അനുഭവങ്ങളെക്കുറിച്ച്, മരണശേഷമുള്ള അവസ്ഥകളെക്കുറിച്ച്, മനുഷ്യന്മാർ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥകളെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ വരും. മറ്റൊരു റിപ്പോർട്ടിലൂടെ റസൂലുള്ള പറഞ്ഞു, ഫഇന്നഹാ തുദക്കിറുൽ മൗത്ത്, നിങ്ങൾക്ക് മരണത്തെക്കുറിച്ച് ഓർമ്മ വരും. എല്ലാവിധ സുഖ സൗകര്യങ്ങളെയും എല്ലാവിധ നല്ല അവസ്ഥകളെയും മുറിച്ചു കളയുന്ന ഹാദിമുൽ ലദ്ദാത്ത്, സുഖങ്ങളെ മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങളുടെ മനസ്സുകളിൽ സൂക്ഷിക്കാൻ നിങ്ങൾ ഖബറിടങ്ങളെ സന്ദർശിക്കണേ. സഹോദരങ്ങളെ, ഈ ചിന്ത നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം.
ആദിമ നൂറ്റാണ്ടുകാരായ ആളുകൾ, റസൂലുള്ളയുടെ ഉമ്മത്തിലെ ആദിമ നൂറ്റാണ്ടുകാരായ ആളുകൾ, അവിടുത്തെ അനുചരന്മാരായ ആളുകൾ, അവരുടെ മനസ്സുകളിൽ എപ്പോഴും സൂക്ഷിച്ചിരുന്നൊരു വികാരമായിരുന്നു പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത, മരണശേഷമുള്ള അവസ്ഥകളെക്കുറിച്ചുള്ള ചിന്ത, പ്രത്യേകിച്ച് ഖബറിൽ മനുഷ്യർമാർ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥകളെക്കുറിച്ചുള്ള ചിന്ത. ഈ നൂറ്റാണ്ടിലെ, ഈ സമൂഹത്തിലെ, റസൂലിൻ്റെ ഉമ്മത്തിലെ ആദിമ നൂറ്റാണ്ടിലെ ആളുകളുടെ ഒരു പ്രത്യേകതയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടാൽ അവിടുന്ന് പൊട്ടിക്കരയുമായിരുന്നു. തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, കാന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇദാ വഖഫ അലാ ഖബറിൻ, അദ്ദേഹം ഒരു ഖബറിന്റെ അടുത്ത് വന്നു നിന്ന് കഴിഞ്ഞാൽ യബ്കാ, അദ്ദേഹം കരയുകയാണ്, പൊട്ടിക്കരഞ്ഞു പോകുന്നു. ഹത്താ യബുല്ല ലിഹിയതഹു, അദ്ദേഹത്തിന്റെ താടിരോമങ്ങളെല്ലാം കരഞ്ഞിട്ട് നനഞ്ഞു പോകുമാർ അദ്ദേഹം പൊട്ടിക്കരയുമായിരുന്നു. ഫഖീല ലഹു, ഒരിക്കൽ ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, തദ്കുറുൽ ജന്നത വലന്നാറ ഫലാ തബ്കീ, അല്ലയോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, നിങ്ങൾ സ്വർഗത്തെക്കുറിച്ച് ഓർത്തിട്ട് കരയുന്നില്ലല്ലോ, സ്വർഗത്തിൽ വിശ്വാസികളായ ആളുകൾക്ക് സംവിധാനിക്കപ്പെട്ട അനുഗ്രഹങ്ങളെക്കുറിച്ച്, സുഖസൗകര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ കരയുന്നില്ലല്ലോ. വലന്നാറ, നരകത്തിന്റെ യാതനകളെക്കുറിച്ചും നിങ്ങൾ ഓർത്തിട്ട് കരയുന്നില്ലല്ലോ. പക്ഷേ വതദ്കുറുൽ ഖബറ ഫതബ്കീ, നിങ്ങൾ ഖബറിനെ കുറിച്ച് ഓർക്കുമ്പോൾ, ഖബർ കാണുമ്പോൾ കരഞ്ഞു പോകുകയാണല്ലോ. ഫഖാൽ, ആ സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, എൻ്റെ നേതാവ് റസൂലുള്ള പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ഖബർ എന്ന് പറഞ്ഞാൽ പരലോകത്തേക്കുള്ള ഒരു മനുഷ്യന്റെ യാത്രയിൽ ആദ്യത്തെ ഇടത്താവളമാകുന്നു ഖബർ. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നു, ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസർ, ആരെങ്കിലും ഖബർ ജീവിതത്തിൽ നിന്ന്, ആ ഖബർ ജീവിതത്തിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ, അവിടുത്തെ ചീത്ത അനുഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവൻ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഏറ്റവും എളുപ്പമുള്ള മാർഗമായിരിക്കും. വഇല്ലം യൻജു മിൻഹു, ആരെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ ഫമാ ബഅദഹു അശദ്ദു, ഖബറിൽ നിന്ന് രക്ഷപ്പെടാത്ത മനുഷ്യന്മാർക്ക് പിന്നീട് അനുഭവിക്കേണ്ടി വരുന്നത് അതിനേക്കാൾ ശക്തമായ പ്രയാസമേറിയ അവസ്ഥകളായിരിക്കുമെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്. നോക്കൂ നിങ്ങൾ, അവരുടെ ചിന്തയായിരുന്നു, ആദിമ നൂറ്റാണ്ടുകാരുടെ അവസ്ഥ ഇതായിരുന്നു. ഇതുപോലെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളുടെ ഒക്കെ മനസ്സ്. ഈ ഒരു മനസ്സും ഈ ഒരു ചിന്തയുമാണ് നമ്മെ നന്മയിലേക്ക് നയിക്കേണ്ടത്. നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും ഇതുണ്ടാകണം. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു കഴിഞ്ഞാൽ, റസൂലിൻ്റെ സുന്നത്തുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഖബറിൽ, ബർസഖി ലോകത്ത് മനുഷ്യർ അനുഭവിക്കേണ്ടി വരുന്ന ഈ അവസ്ഥകളെക്കുറിച്ച്, നല്ലതായ ചീത്തയായ അവസ്ഥകളെക്കുറിച്ച് നിരന്തരം വിശദീകരിക്കുന്ന സൂക്തങ്ങളും നബി വചനങ്ങളും ധാരാളം നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ചില ആളുകൾ ഈ ജീവിതത്തിൽ മനുഷ്യർ അനുഭവിക്കേണ്ടി വരുന്ന ഈ രക്ഷശിക്ഷകളെ നിഷേധിക്കുന്ന ആളുകൾ മുസ്ലിം സമൂഹത്തിൽ തന്നെ ധാരാളം ആളുകളുണ്ട്. പിഴച്ച ധാരാളം കക്ഷികൾ ഈ ജീവിതത്തിലെ ഈ അനുഭവങ്ങളെ നിഷേധിക്കുന്നവരാണവർ. പലപ്പോഴും അവർ വിശുദ്ധ ഖുർആനിലുണ്ടോ, അതുപോലെ റസൂലിൻ്റെ സുന്നത്തുകൾ നിഷേധിക്കുകയും ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കുകയും വിശുദ്ധ ഖുർആനിനെ തങ്ങൾക്കനുകൂലമായി ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്യുന്ന പല കക്ഷികളും ഇന്നും മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലുണ്ട്. മുസ്ലിം ലോകത്ത് ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു കഴിഞ്ഞാൽ മനുഷ്യരുടെ മരണശേഷം ആഖിറത്തിൻ്റെ തുടക്കമായ ബർസഖി ലോകത്ത് അവരനുഭവിക്കേണ്ടി വരുന്ന ഈ അവസ്ഥകളെക്കുറിച്ച് നിരന്തരം വിശദീകരിക്കുന്ന സൂക്തങ്ങളേറെ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം സൂറത്തു ഇബ്രാഹിം 27-ാമത്തെ വചനം, ആമുഖമായി ഞാൻ ഓതി കേൾപ്പിച്ച വചനം, യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ വയഫ്അലുല്ലാഹുല്ലാലിമീന. സത്യവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുകയാണ്, യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകളെ അല്ലാഹു സ്ഥിരപ്പെടുത്തുന്നതാണ്, ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, ഈ ഭൗതിക ലോകത്തും
ഈ ലോകത്തിന് ശേഷം ആഖിറത്തിലും സാബിത്തായ സ്ഥിരതയുള്ള ഖൗല് കൊണ്ട് സത്യവിശ്വാസികളായ ആളുകളെ അല്ലാഹു സ്ഥിരപ്പെടുത്തുന്നു. വയുദില്ലുല്ലാഹുൽ ളാലിമീൻ, ളാലിമീങ്ങളായ അക്രമികളായ ആളുകളെ അല്ലാഹു പിഴവിലാക്കുന്നു. വയഫ്അലുല്ലാഹു മാ യശാ, അല്ലാഹ് ഉദ്ദേശിക്കുന്നത് അവൻ ചെയ്യുന്നു, അവൻ പ്രവർത്തിക്കുന്നു. ഈ വചനത്തിൽ ഖബർ ജീവിതത്തിൽ മനുഷ്യരുടെ അവസ്ഥകളെക്കുറിച്ചുള്ള വിശദീകരണമാണ് ഇന്ന് ഈ ആയത്തിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ വിശദീകരിക്കുകയാണ്. ഇന്ന ഹാദിഹിൽ ആയ, ഈ ആയത്തുണ്ടല്ലോ, വരദത്ത് ഫീ സുആലിൽ മലക്കൈനി ഫിൽ ഖബരി, ഖബറിലേക്ക് ഒരു മനുഷ്യനെ വെച്ച് കഴിഞ്ഞാൽ 2 മലക്കുകൾ അവനോട് ചോദ്യം ചെയ്യും. 2 മലക്കുകൾ അവനോട് പല കാര്യങ്ങളും ചോദിക്കും. ആ ചോദ്യത്തെ സംബന്ധിച്ചുള്ള പരാമർശമാണ് ഈ വചനത്തിലുള്ളത്. വതൽഖീനുല്ലാഹു തആല അൽ മുഅ്മിന കലിമത്തുൽ ഹഖ്, സത്യവിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു ഖബറിൽ ആ സമയത്ത് സ്ഥൈര്യം നൽകുമെന്നും പറയുന്ന വചനമാണിത്. ഇൻദ സുആലി, 2 മലക്കുകൾ ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ വതസ്ബീതിഹി ഇയാഹു അലൽ ഹഖി, സത്യവിശ്വാസികളെ സത്യത്തിൻ്റെ മേൽ സ്ഥിരപ്പെടുത്തുകയും ചെയ്യും എന്നാണ് ഈ വചനത്തിൻ്റെ താല്പര്യമെന്ന് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാജി സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ മനുഷ്യരുടെ മരണശേഷം ഖബർ ലോകത്ത് അനുഭവിക്കേണ്ടി വരുന്ന നല്ലതും ചീത്തയുമായ അവസ്ഥകളുടെ ഒരു സൂചന, അതിലേക്കുള്ളൊരു വിശദീകരണം ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇതൊരു സൂക്തം, ഒരുപാട് സൂക്തങ്ങൾ നമുക്ക് കാണാം. ഖുർആനിലെ 40-ാം അധ്യായം സൂറത്തു ഗാഫിർ 46-ാമത്തെ വചനം ഫറോവയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരാമർശിക്കവേ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അന്നാറു യുറലൂന അലൈഹാ ഗുദുവം വഅശിയാ, അന്നാറു യുറലൂന അലൈഹാ, നരകം അവരുടെ മേൽ പ്രദർശിപ്പിക്കപ്പെടുന്നു. ഗുദുവം വഅശിയാ, എല്ലാ പ്രഭാതങ്ങളിലും രാവിലെയും വൈകുന്നേരങ്ങളിലും, എല്ലാ രാവിലെയും വൈകുന്നേരങ്ങളിലും ഫിർഔനിന്റെ ആളുകൾക്ക് നരകം പ്രദർശിപ്പിക്കപ്പെടുന്നു. വയൗമ തഖൂമുസ്സാ, അന്ത്യനാൾ നിലവിൽ വരുമ്പോൾ അദ്ഖിലു ആല ഫിർഔന അശദ്ദൽ അദാബ്, അദ്ഖിലു അവിടുന്ന് അനുമതി നൽകപ്പെടുകയാണ്, റബ്ബിന്റെ അനുമതി ഉണ്ടാകും. അദ്ഖിലു ആല ഫിർഔൻ, ഫിർഔനിന്റെ ആളുകളെ നിങ്ങൾ അങ്ങ് പ്രവേശിപ്പിക്കുക. അശദ്ദൽ അദാബ്, കഠിനമായ കഠോരമായ ശിക്ഷയിലേക്ക് ഫറോവയുടെ ആളുകളെ നിങ്ങൾ പ്രവേശിപ്പിക്കുക എന്ന് ആ സമയത്ത് കൽപ്പനയും ഉണ്ടാകും. ഈ വചനവും ഖബർ ജീവിതത്തിൽ മനുഷ്യർ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷകളെക്കുറിച്ചുള്ള പരാമർശമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ ആയത്തിനെയും വിശദീകരിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഇമാം റാസി വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയുകയാണ്, ഇഹ്തജ അസ്ഹാബുന, നമ്മുടെ ആളുകൾ തെളിവ് പിടിച്ചിട്ടുണ്ട്, ഫി ഹാദിൽ ആയ, ഈ ആയത്ത് മുഖേന, അലാ അദാബിൽ ഖബർ, ഖബറിൽ വെച്ച് മനുഷ്യർ ശിക്ഷിക്കപ്പെടുമെന്നുള്ളതിന് തെളിവായി നമ്മുടെ ആളുകൾ ഈ ആയത്ത് മുഖേന തെളിവ് പിടിച്ചിട്ടുണ്ട്. ഖാലു, എന്താണ് അവർ പറയുന്നത്, അവരെങ്ങനെയാണ് വിശദീകരിക്കുന്നത്? അൽ ആയത്തു, ഈ ആയത്ത് തഖ്തലി അർദുന്നാർ അലൈഹിം ഗദുവൻ വഅശിയ, ഈ ആയത്തിലുണ്ട് രാവിലെയും വൈകുന്നേരത്തിലും നരകം ഫറോവയുടെ ആളുകൾക്ക് പ്രദർശിപ്പിക്കപ്പെടും എന്ന് ഈ ആയത്തിൽ സൂചനയുണ്ട്. വലൈസൽ മുറാദു മിൻഹു യൗമൽ ഖിയാമ, ആ പ്രദർശിപ്പിക്കപ്പെടൽ നാളെ പരലോകത്ത് നടക്കുന്ന അവസ്ഥയല്ല. വലൈസൽ മുറാദു മിൻഹു ഐലൻ അദ്ദുന്യാ, അത് ഈ ദുനിയാവിൽ വെച്ച് പ്രദർശിപ്പിക്കപ്പെടുന്ന അവസ്ഥയുമല്ല. ദുനിയാവിൽ വെച്ചല്ല അവർക്ക് നരകം പ്രദർശിപ്പിക്കപ്പെടുന്നത്, കാണിച്ചു കൊടുക്കുന്നത്, പരലോകത്ത് വെച്ചുമല്ല. എങ്ങനെയാണത് മനസ്സിലാക്കാൻ കഴിയുന്നത്? ശേഷം ആയത്തിൽ വീണ്ടും വിശദീകരിക്കുന്നു. വയൗമ തഖൂമുസ്സാ, അന്ത്യനാള് നിലവിൽ വരുമ്പോൾ, അന്ത്യനാള് നിലവിൽ വരുമ്പോൾ അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്, നിങ്ങൾ ഫറോവയുടെ ആളുകളെ ശക്തമായ ശിക്ഷയിലേക്ക് നിങ്ങൾ പ്രവേശിപ്പിക്കുവിനെന്ന് കൽപ്പനയുണ്ടാകും. അപ്പോൾ ഖിയാമത്ത് നിലവിൽ വരുന്നതിന് മുമ്പാണ് ഇത് എന്ന് ഈ ആയത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. അപ്പോൾ ഇതും ഖബറിൽ മനുഷ്യർ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയെ സംബന്ധിച്ചാണ്. ഫറോവയുടെ ആളുകൾ ഖബറിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖുർആനിലുണ്ട് ഒട്ടനവധി തെളിവുകൾ.
വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്തു ത്വാഹ 123-ാമത്തെ വചനം, നമുക്കെല്ലാവർക്കും പരിചിതമായ വചനങ്ങൾ. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ. വമൻ അഅറള അൻ ദിക്രി, ആരെങ്കിലും എൻ്റെ ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു പോകുകയാണെങ്കിൽ, എൻ്റെ ഉത്ബോധനത്തെ ആരെങ്കിലും അവഗണിച്ചാൽ, ഫഇന്ന ലഹു മഈശതൻ ലൻകാ, അവന് കുടുസായ ഒരു ജീവിതമാണ് നാം നൽകുക, അവന് കുടുസായ ഒരു ജീവിതമാണ് നമ്മൾ സംവിധാനിച്ചിട്ടുള്ളത്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ, നാളെ പരലോകത്ത് അവനെ വീണ്ടും ഉയർത്തി എഴുന്നേൽപ്പിക്കുന്നത്, അവനെ അള്ളാഹു സംവിധാനിക്കുന്നത് അന്ധനായിട്ടാകുന്നു. ഇവിടെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീർ രേഖപ്പെടുത്തുന്നുണ്ട്. അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, മഈശതൻ ലൻക എന്ന് പറഞ്ഞാൽ അദാബുൽ ഖബർ, ഖബറിലെ ശിക്ഷയാണ് ഇതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് എന്ന് അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നത് ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിലും രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ വേറെയും വചനങ്ങൾ നമുക്ക് കാണാം ഖുർആനിൽ തന്നെ. സഹോദരങ്ങളെ, ഇത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. പലപ്പോഴും നമ്മുടെ മനസ്സുകളിലേക്കും കടന്നു വരാറുണ്ട്. പല ആളുകളുടെയും ഈ മോശമായ ദുർവ്യാഖ്യാനങ്ങൾ മുഖേന നമ്മളും പല സന്ദർഭങ്ങളിലും ചിന്തിച്ചു പോകാറുണ്ട്, മനുഷ്യരുടെ മരണശേഷം വിചാരണക്ക് മുമ്പ് ഒരു ശിക്ഷ അനുഭവിക്കുകയോ അങ്ങനെയൊന്നുണ്ടാകുമോ എന്ന് പലപ്പോഴും നമ്മൾ സംശയിക്കാറുണ്ട്. ഖുർആനിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ ഈ മേഖല പ്രവിശാലമാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഒരിക്കൽ അവിടുന്ന് പറയുകയുണ്ടായി, ഇന്നഹു ഖദ് ഊഹിയ ഇലയ്യ അന്നകും തുഫ്തനൂന ഫീ ഖുബൂരിക്കും മിസ്ല ഔ ഖരീബൻ മിൻ ഫിത്നത്തി ദജ്ജാൽ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഇന്നഹു ഖദ് ഊഹിയ ഇലൈക, ഇന്നഹു ഖദ് ഊഹിയ ഇലയ്യ, തീർച്ചയായും എനിക്ക് ബോധനം നൽകപ്പെട്ടിട്ടുണ്ട്. റസൂൽ പറയാണ്, എനിക്ക് വഹി ലഭിച്ചിട്ടുണ്ട്. അന്നകും തുഫ്തനൂന ഫീ ഖുബൂരിക്കും, നിങ്ങൾ നിങ്ങളുടെ ഖബറിടങ്ങളിൽ തീർച്ചയായും പരീക്ഷിക്കപ്പെടും, ശിക്ഷിക്കപ്പെടും. മിസ്ലൗ ഖരീബൻ മിൻ ഫിത്നത്തി ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയോളം നിങ്ങൾ ഖബറിൽ ശിക്ഷിക്കപ്പെടും, ഫിത്നയുണ്ടാകും നിങ്ങൾക്കെന്ന് റസൂലുള്ള തൻ്റെ അനുചരന്മാരോട് പറയുകയാണ്. റസൂലുള്ള തന്നെ മറ്റൊരിക്കൽ വിശദീകരിച്ചിട്ടുണ്ട്, മനുഷ്യരുടെ ആരംഭം മുതൽ അവസാന നാൾ വരെ മനുഷ്യർ അനുഭവിക്കുന്ന പീഡനങ്ങളിൽ, പ്രയാസങ്ങളിൽ അതികഠിനമാണ് ദജ്ജാലിന്റെ പ്രയാസമെന്ന്, ദജ്ജാലിൽ നിന്ന് നേരിടാനിരിക്കുന്ന പ്രയാസം അതികഠിനമാണെന്ന് വിശദീകരിച്ച അന്തിമ പ്രവാചകനാണ് പറയുന്നത്. ഏകദേശം അതിനോളം തത്തുല്യമായ ഒരു പരീക്ഷണം ഖബറിൽ വെച്ച് ചീത്ത മനുഷ്യർ അനുഭവിക്കേണ്ടി വരുമെന്ന് റസൂലുള്ള ഒരിക്കൽ പറയുകയാണ്. മറ്റൊരിക്കൽ അവിടുന്ന് പറഞ്ഞു, അയ്യുഹന്നാസ് ലൗ തഅലമൂന മാ അഅലമു ലബകൈതും കസീറാ വലഹിതും ഖലീലാ അയ്യുഹന്നാസ് ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ. റസൂലുള്ള പറയാണ്, അയ്യുഹന്നാസ്, മനുഷ്യരെ, ലൗ തഅലമൂന മാ അഅലമു, ഞാൻ അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ലബകൈതും കസീറാ, നിങ്ങൾ ധാരാളമായി കരയുമായിരുന്നേനെ. വലഹിതും ഖലീലാ, നിങ്ങൾ അല്പം മാത്രമേ ചിരിക്കുകയുള്ളൂ, കുറച്ചു മാത്രമേ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുള്ളൂ. അയ്യുഹന്നാസ് ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ റബ്ബിനോട് ഇസ്തിആദത്തിന് ചോദിച്ചോ, ശരണം ചോദിച്ചോ, രക്ഷ ചോദിച്ചോ. ഖബറിലെ ശിക്ഷ അത്യന്തം കഠിനമാണ്. റസൂലുള്ള വിശദീകരിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവിടുത്തെ അനുചരന്മാർ കൃത്യമായി ഇത് വിശദീകരിക്കുന്നുണ്ട്. അവിടുത്തെ അനുചരന്മാർ പറയുകയാണ്, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു തആല നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, റസൂലുള്ളാഹിയുടെ അനുചരന്മാർ നമുക്ക് പറഞ്ഞു തരികയാണ്, വിശ്വാസികളെ, ഖറജ്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ ഞങ്ങൾ റസൂലിൻ്റെ കൂടെ പുറപ്പെടുകയാണ്, റസൂലിൻ്റെ കൂടെ ഞങ്ങളും പുറപ്പെട്ടു പോയി. ഫീ ജനാസത്തി റജുലിൻ മിനൽ അൻസാരി, അൻസാറുകളിൽപ്പെട്ട ഒരു സഹോദരൻ്റെ ജനാസ സന്ദർശിക്കുന്നതിന് വേണ്ടി റസൂലിൻ്റെ കൂടെ ഞങ്ങളും പുറപ്പെട്ടു പോയി. ഫൻതഹൈനാ ഇലൽ ഖബരി, അങ്ങനെ ഞങ്ങൾ ഖബറിൻ്റെ അടുക്കലേക്ക് ചെന്ന് എത്തി. വലമ്മായുൽ ഹദ്, ആ സഹോദരനെ ഖബറിൽ വെച്ച്
കബറിടം മൂടിക്കഴിഞ്ഞ് കല്ല് എല്ലാം വെച്ചതിന് ശേഷം അദ്ദേഹത്തെ കബറിൽ ഭദ്രമായി മൂടിയതിന് ശേഷം ഫജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഖ്ബലൽ ഖിബ്ല, റസൂലുള്ള ഖിബ്ലയുടെ നേരെ തിരിഞ്ഞിരുന്നു. വജലസ്നാ ഹൗലഹു, റസൂലിന്റെ ചുറ്റും ഞങ്ങളും ഇരുന്നു. വകഅന്ന അലാ റുയൂസിന ത്വയ്ർ, ഞങ്ങളുടെ തലകളിൽ ഒരു പക്ഷി ഇരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. തലയിൽ ഒരു പക്ഷി ഇരിക്കുകയാണെങ്കിൽ തല ഇളക്കാതെ നമ്മൾ സൂക്ഷിക്കുമല്ലോ, ആ പക്ഷി പാറിപ്പോകാതിരിക്കാൻ. അത്രത്തോളം ഞങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ സന്നിധാനത്തിൽ ഇരിക്കുകയാണ്. വഫീ യദിഹി ഔദുൻ യൻകുസു ഫിൽ അർളി, റസൂലുള്ളാഹിയുടെ കയ്യിൽ ഒരു വടിയുണ്ട്, ഒരു മരക്കഷ്ണമുണ്ട്. അതുകൊണ്ട് റസൂലുള്ള മണ്ണിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫജഅല യൻദുറു ഇലൽ സമാഇ വയൻദുറു ഇലൽ അർളി, ചിലപ്പോൾ റസൂലുള്ള ആകാശത്തേക്ക് നോക്കുന്നു, അങ്ങനെ ചിലപ്പോൾ റസൂലുള്ള ഭൂമിയിലേക്ക് നോക്കുന്നു. അങ്ങനെ ഇടയ്ക്കിടെ ആകാശത്തേക്കും അതുപോലെ ചില സന്ദർഭങ്ങളിൽ ഭൂമിയിലേക്കും റസൂലുള്ള നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫജഅല യർഫഉ ബസറഹു വയഖ്ഫിളുഹു, റസൂലുള്ള തൻ്റെ ദൃഷ്ടി ചിലപ്പോൾ ഉയർത്തുന്നു, ചിലപ്പോൾ താഴ്ത്തുന്നു. അങ്ങനെയാണ് റസൂലുള്ള ഇരിക്കുന്നത്. എന്നിട്ട് അവിടുന്ന് പറയുകയാണ് റസൂലുള്ള, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ റബ്ബിനോട് രക്ഷ ചോദിച്ചോ. എന്നിട്ട് റസൂലുള്ള തുമ്മഖാൽ, എന്നിട്ട് റസൂലുള്ള അവിടുന്ന് പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, അല്ലാഹുവേ ഖബറിലെ ശിക്ഷയിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണമേ, ഞാൻ നിന്നോട് ശരണം ചോദിക്കുന്നു. റസൂലുള്ള പറയുകയാണ്. റസൂലുള്ള അവിടുന്ന് പ്രാർത്ഥിച്ചു. നോക്കൂ നിങ്ങൾ, വെറുതെയാണോ റസൂലുള്ള ഇത് പഠിപ്പിച്ചത്? വെറുതെയാണോ പഠിപ്പിച്ചത്? നിസാരമായ കാര്യമാണോ ഇത്? അല്ല, ഗൗരവത്തോടുകൂടെ നമ്മൾ കാണേണ്ട വിഷയമാണ്. ഈ നിമിഷം നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷങ്ങളിൽ മനുഷ്യർ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥകളെക്കുറിച്ചാണ് റസൂലുള്ള നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ടല്ലേ റസൂലിൻ്റെ ഒരു ചര്യയുണ്ട്, ഒരു സമ്പ്രദായമുണ്ട്. ഒരാളങ്ങ് മരിച്ചു കഴിഞ്ഞാൽ, ഒരു സഹോദരൻ അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ റസൂലിൻ്റെ ഒരു സ്ഥിരം ചര്യയുണ്ട്, ഒരു സമ്പ്രദായം അവിടുന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. വകാന മിൻ ഹദിയിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിൻ്റെ ഒരു ചര്യയാണ് അന്നഹു ഇദാ ദഫനൽ മയ്യിത, ഒരു മയ്യിത്തിനെ സംസ്കരിച്ചു കഴിഞ്ഞാൽ വഖഫ അലൈഹി, റസൂലുള്ളാഹി മയ്യിത്തിന്റെ അരികിൽ നിൽക്കും. വഖാൽ, എന്നിട്ട് അവിടുന്ന് പറയാറുണ്ടായിരുന്നു, ഇസ്തഗ്ഫിറൂ ലി അഖീകും വസ്അലൂ ലഹു തസ്ബീത് ഫഇന്നഹുൽ ആന യുസ്അൽ. ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ ചോദിക്കണേ. വസ്അലൂ ലഹു തസ്ബീത്, നിങ്ങളുടെ സഹോദരന് വേണ്ടി തസ്ബീത്തിനെ നിങ്ങൾ ചോദിക്കണേ. ഫഇന്നഹുൽ ആന യുസ്അൽ, ഇപ്പോൾ അവൻ ചോദിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ മലക്കുകളുടെ ചോദ്യം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേ, ഒരു മയ്യത്തിനെ സംസ്കരിച്ചാലുടൻ റസൂലുള്ളാഹി അവിടുന്ന് പറയാറുണ്ടായിരുന്നു, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തണേ, സംസ്കരിച്ച ഉടനെ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തണേ. നിങ്ങൾ പിരിഞ്ഞു പോകരുത്, നമസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോകരുത്, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ ചോദിക്കണം, നിങ്ങൾ തസ്ബീത്തിനെ ചോദിക്കണേ. അവിടുന്ന് കൃത്യമായി പഠിപ്പിച്ച ചര്യയാണ് ഫഇന്നഉൽ ആന യുസ്അൽ, ഇപ്പോൾ അവൻ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഗൗരവത്തോടു കൂടെ കാണാറില്ല. പലപ്പോഴും ജനാസയുടെ കൂടെ പോകുന്ന നമ്മൾ മയ്യത്ത് നമസ്കരിച്ച് പിന്തിരിഞ്ഞു പോരാറാണുള്ളത്. റസൂലുള്ളാഹി പഠിപ്പിച്ചു, അല്ല, നിങ്ങളുടെ സഹോദരനോട് നിങ്ങൾക്ക് കടപ്പാടുണ്ട്, ബാധ്യതയുണ്ട്, അവന് വേണ്ടി തസ്ബീത്തിനെ ചോദിക്കണം, ഖബറിനരികിൽ നിന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കണം. മലക്കുകളുടെ ചോദ്യവേളയിൽ ഉത്തരം പറയാൻ കഴിയാൻ വേണ്ടി, അതിനുള്ള സ്ഥൈര്യം നൽകാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കണം. ഖബറിലെ വെപ്രാളങ്ങളിൽ നിന്ന് ശമനം ലഭിക്കാൻ വേണ്ടി, നിർഭയത്വം ലഭിക്കാൻ വേണ്ടി നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അവൻ ചെയ്ത പാപങ്ങൾ അഖിലവും അവന് പൊറുത്തു കൊടുക്കാൻ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അവൻ്റെ ഖബറിടം വിശാലമാക്കപ്പെടാൻ വേണ്ടി, ഖബറിൽ അവന് വിശാലത ലഭിക്കപ്പെടാൻ വേണ്ടി നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി പറയുകയാണ്, സഹോദരങ്ങളെ, അപ്പോൾ നമുക്കെന്ത് മനസ്സിലാക്കാൻ കഴിയുന്നു ഈ വചനങ്ങളിൽ നിന്ന്? റസൂലുള്ളാഹി കൃത്യമായ ഭാഷയിൽ ഇത് നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരുപാട് റിപ്പോർട്ടുകൾ, ഹദീസിന്റെ കിതാബുകൾ എടുത്ത് പരിശോധിച്ചാൽ ഖബർ ജീവിതത്തിൽ മനുഷ്യരുടെ ഈ അവസ്ഥകളെ വിശദീകരിക്കുന്ന സുദീർഘങ്ങളായ ഹദീസുകളുണ്ട്. അതെല്ലാം ഈ സന്ദർഭത്തിൽ വായിക്കാനോ പറയാനോ സാധ്യമല്ല. മറ്റൊരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി പറഞ്ഞു ഒരിക്കൽ, ഇന്നൽ അബ്ദ ഇദാ വുദിഅ ഫീ ഖബരിഹി,
ഒരു മനുഷ്യനെ ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ വതവല്ല അൻഹു അസ്ഹാബുഹു, അവന്റെ ആളുകളൊക്കെ പിരിഞ്ഞു പോരുകയും ചെയ്താൽ വഇന്നഹു ലയസ്മഉ ഖർഅനി ആലിഹിം, ആ മനുഷ്യൻ പിരിഞ്ഞു പോകുന്ന ആളുകളുടെ ചെരുപ്പിന്റെ കാലടികൾ ആ മനുഷ്യൻ കേൾക്കുകയാണ്, ചെരുപ്പിന്റെ അടി ആ മനുഷ്യൻ കേൾക്കുന്നു. ഇദൻ സറഫു, അവർ പിരിഞ്ഞു പോകുമ്പോൾ അതാഹു മലക്കാനി, അങ്ങനെ 2 മലക്കുകൾ അവന്റെ സന്നിധാനത്തിൽ വരുന്നു. ഫയുഖിദാനിഹി, എന്നിട്ട് അവനെ എഴുന്നേൽപ്പിച്ചിരുത്തുകയാണ്. ഫയഖൂലാൻ, അവർ 2 പേരും അവരോട് ചോദിക്കുന്നു, ആ 2 മലക്കുകളോടും അവനോട് ചോദിക്കുന്നു, തഖൂലു ഫീ ഹാദൻ നബി മാ തഖൂലു ഫീ ഹാദൻ നബി, ഈ നബിയെക്കുറിച്ച് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയെക്കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? ഫഅമ്മൽ മുഅ്മിനു, സത്യവിശ്വാസിയായ ആള് പറയും, മനുഷ്യൻ പറയും, അഷ്ഹദു അന്നഹു അബ്ദുല്ലാഹി വറസൂലു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ലാഹുവിൻ്റെ ദൂതനാണ് ഈ മനുഷ്യനെന്ന്, ഈ റസൂൽ അല്ലാഹുവിൻ്റെ ദൂതനാണ്, അടിമയാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഫയുഖാലു ലഹു, ആ സമയത്ത് മലക്കവനോട് പറയും, ഉന്നുർ ഇലാ മഖഅദിക മിനന്നാർ, നരകത്തിൽ നിന്ന് നിനക്ക് ലഭിക്കേണ്ടിയിരുന്ന നിന്റെ സ്ഥാനത്തേക്ക് നീ നോക്ക്. അബ്ദലകല്ലാഹു ബിഹി മഖഅദം മിനൽ ജന്ന, അതിന് പകരമായി സ്വർഗത്തിൽ നിന്ന് അല്ലാഹു നിനക്കിതാ ഒരു സ്ഥാനം പകരമായി നൽകിയിരിക്കുന്നു. ഈ മറുപടി നീ പറഞ്ഞില്ല എങ്കിൽ നരകത്തിൽ നിന്റെ സ്ഥാനം ഇതാണ്. വഅമ്മൽ കാഫിറു അവൽ മുനാഫിഖു, സത്യനിഷേധിയായ മനുഷ്യൻ, അതുപോലെ കപടനായ മനുഷ്യൻ, ഫയഖൂലു, അവൻ പറയും, ഈ നബിയെക്കുറിച്ച് നിനക്ക് എന്തറിയാമെന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയും, ലാ അദിരീ, എനിക്കൊന്നും അറിയില്ല. യുളറബു ബിമിതുറഖതിൻ മിൻ ഹദീദിൻ ലർബതൻ ബൈന ഉദ്നൈഹി ഫയസീഹു സ്വൈഹതൻ യസ്മഉഹാ മൻ യലീഹി ഇല്ല തഖലൈൻ, ആ സമയത്ത് ഇരുമ്പിൻ്റെ ഒരു ചുറ്റിക കൊണ്ട് ആ മനുഷ്യൻ്റെ ചെവികൾക്കിടയിൽ അടിക്കപ്പെടുകയാണ്. ഫയസീഹു സ്വൈഹാ, ആ മനുഷ്യൻ അട്ടഹസിച്ചു കൊണ്ടിരിക്കുന്നു. യസ്മഉഹാ മൻ യലീഹി ഇല്ല തഖലൈൻ, ജിന്നുകളും മനുഷ്യരുമല്ലാത്ത മറ്റെല്ലാ ജീവജാലങ്ങളും ആ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞതാണ്. ഇത് നമുക്ക് ബുഖാരിയിൽ കാണാൻ കഴിയും. നിഷേധിക്കാൻ കഴിയുകയില്ല. ലൈഫാണെന്ന് പറഞ്ഞ് തള്ളാൻ നമുക്ക് കഴിയില്ല സഹോദരങ്ങളെ. ബുഖാരിയിലുള്ള സ്വഹീഹായ ഹദീസിലൂടെയാണ് റസൂലുള്ളാഹി ഇത് നമ്മെ പഠിപ്പിക്കുന്നത്. എത്ര റിപ്പോർട്ടുകളിൽ നമുക്കിത് കാണാൻ കഴിയും. റസൂലുള്ളാഹി മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു, ഖബറിൽ ചിലപ്പോൾ ഇടുക്കം അനുഭവിക്കേണ്ടി വരും ചില ആളുകൾ. ഖബറിൽ ചില ആളുകൾക്ക് വിശാലതയുണ്ട്. ഇന്നലിൽ ഖബരി ലഗ്ത, ഖബറിന് ചില കുടിസതകളുണ്ട്. ചില മനുഷ്യരെ ഖബറിന് ഇരിക്കൊണ്ടിരിക്കും. ലൗ നജാ മിൻഹാ അഹദുൻ ലനജാ മിൻഹാ സഅദ് ബിൻ മുആദ്, അതിൽ നിന്ന് ആർക്കെങ്കിലും രക്ഷ കിട്ടുമായിരുന്നെങ്കിൽ സഅദ് ബിൻ മുആദ് രക്ഷപ്പെടുമായിരുന്നേനെ. ഖബറിൽ ചില ഞെരുക്കങ്ങളുണ്ട്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞു, ഫാത്തിമ ബിൻത്ത് അസദ് റളിയല്ലാഹു അൻഹ മരണപ്പെട്ട വേളയിൽ അലി ഇബ്നു അബീ ത്വാലിബിന്റെ മാതാവാണ് ഫാത്തിമ ബിൻത്ത് അസദ് റളിയല്ലാഹു അൻഹ. മരണപ്പെട്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറയുകയുണ്ടായി, അദ്ഖിലൂഹാ ബിസ്മില്ലാഹി വഅലാ ഇസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ അവരെ ഖബറിലേക്ക് നിങ്ങൾ ഇറക്കി വെക്കുക. അറത്തു അല്ലാ തമസ്സ അന്നാറു അബദാ, അവരെ ഒരിക്കലും നരകം സ്പർശിക്കാതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹു അലൈഹാ ഖബറഹാ, അവരുടെ ഖബറിനെ അല്ലാഹു വിശാലമാക്കി കൊടുക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നു. ഫാത്തിമ ബിൻത്ത് അസദ് റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി റസൂലുള്ളാഹി പ്രാർത്ഥിച്ചതാണ്. ഖബറിൽ കുടുസതയില്ലെങ്കിൽ എന്തിനാണ് റസൂലുള്ളാഹി അങ്ങനെ പ്രാർത്ഥിച്ച സഹോദരങ്ങളെ? വിശാലമാക്കി കൊടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഖബറിൽ കുടുസതയും വിശാലതയുമുണ്ട്. അത് സൗഭാഗ്യമുള്ള ആളുകൾക്ക് അല്ലാഹുവിൻ്റെ അനുഗ്രഹം എന്നോണം ലഭിക്കപ്പെടും. അതിന് കരണീയമായ മാർഗം നാഥനെ സൂക്ഷിച്ച് ജീവിക്കലാണ്. റബ്ബിൻ്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തലാണ്. ഇതൊക്കെ ഖബറുമായി ബന്ധപ്പെട്ട് ആഖിറത്തിൻ്റെ തുടക്കമായ മരണത്തിന് ശേഷം മനുഷ്യർ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥകളെക്കുറിച്ചാണ് സഹോദരങ്ങളെ. ഇതാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഈ രംഗത്ത് നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളുടെ ചുരുക്കം. ഒരുപാട് വിശദീകരിക്കപ്പെടേണ്ട വിഷയമാണ്. പക്ഷേ എന്നാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതിനെ പാടെ നിഷേധിക്കുന്നവരുണ്ട്. ഇതിനെ പാടെ നിഷേധിക്കുന്ന പിഴച്ച കക്ഷികളുണ്ട്. അവർ പറയുന്നത് വിചാരണക്ക് മുമ്പ് മനുഷ്യർക്ക് രക്ഷശിക്ഷകളില്ലെന്നാണ്, അനുഗ്രഹങ്ങളോ ശിക്ഷകളോ ഇല്ലെന്നാണ്. അവർക്കതിന് പല ന്യായങ്ങളുമുണ്ട്. പലപ്പോഴും അത്തരം ന്യായങ്ങൾ സത്യമാണെന്ന് നമ്മളും ചില സമയങ്ങളിൽ ധരിച്ചു പോകാറുണ്ട്. അവർ സാധാരണ പറയാറുള്ളത്, മരണശേഷം ഒരാളുടെ ഖബറിടം നമ്മൾ മാന്തിക്കഴിഞ്ഞാൽ
അല്ലെങ്കിൽ ആ കബറിടം പരിശോധിച്ചു കഴിഞ്ഞാൽ നാളുകൾക്ക് ശേഷം ആ കബറിടത്തിൽ ഒന്നും കാണുന്നില്ല. ആ മനുഷ്യൻ്റെ ജഡം പോലും പൂർണ്ണമായി നശിച്ചു പോകുകയാണ്. പിന്നെ എങ്ങനെയാണ് ഖബർ ശിക്ഷയുള്ളത്? എങ്ങനെയാണ് നമ്മൾ അതിനെ അംഗീകരിക്കുക? ഖബറിൽ ശിക്ഷയുണ്ടെങ്കിൽ അത് കാണേണ്ടതല്ലേ? ജഡം പോലും അവശേഷിക്കാത്ത മണ്ണിലാണോ ശിക്ഷയുള്ളത് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാറുണ്ട്. വിചാരണക്ക് മുമ്പുള്ള ഒരു പീഡനം അത് അംഗീകരിക്കാവതല്ല. അത് ലോകപ്പ് പീഡനമാണെന്ന് പറഞ്ഞ് സുന്നത്തിനെയും ഖുർആനെയും നിഷേധിക്കുന്ന ആളുകൾ മുസ്ലിം സമൂഹത്തിലുണ്ട്. എന്നാൽ ഇത്തരം കക്ഷികളോട് നമുക്ക് ചോദിക്കാനുള്ളത്, കണ്ണുകൊണ്ട് കണ്ടെങ്കിലേ വിശ്വസിക്കൂ എന്നുണ്ടെങ്കിൽ, കണ്ണുകൊണ്ട് കാണാത്തതൊന്നും വിശ്വസിക്കാൻ അവരെ കൊണ്ട് കഴിയില്ലെങ്കിൽ പല കാര്യങ്ങളും തള്ളിക്കളയേണ്ടി വരും, പല കാര്യങ്ങളും നിഷേധിക്കേണ്ടി വരും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസികളായ ആളുകളുടെ സവിശേഷ ഗുണമാണ് അവർ ഗൈബായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. കണ്ണുകൊണ്ട് കാണാത്ത പല സംഗതികളിലും അവർ വിശ്വസിക്കുന്നുണ്ട്. കാണാത്ത പല സംഗതികളിലും അവർ വിശ്വാസമുറപ്പിക്കുന്നവരാണ്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. കുറ്റവാളികളായ കാഫിറുകളായ ആളുകളുടെ മരണത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. 8-ാം അധ്യായം സൂറത്തുൽ അൻഫാൽ 50-ാമത്തെ വചനം. അവിടെ പറയുന്നത് കാഫിറുകളായ ആളുകളുടെ മരണസമയത്ത് മലക്കുകൾ വന്ന് അവരെ പ്രഹരിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറുൽ മലായിക യദ്രിബൂന വുജൂഅഹും വഅദ്ബാറഹും വദൂഖൂ അദാബൽ ഹരീഖ്. വലൗ തറാ, നബി അങ്ങ് കണ്ടിരുന്നുവെങ്കിൽ, ഇദ് യതവഫല്ലദീന കഫറുൽ മലായിക, സത്യനിഷേധികളെ മലക്കുൽ മൗത്ത് മരിപ്പിക്കുന്ന സന്ദർഭത്തിൽ, അല്ലാഹുവിൻ്റെ മലായികത്തുകൾ ഏറ്റെടുക്കുന്ന സന്ദർഭങ്ങളിൽ, മരിപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ, യദ്രിബൂന വുജൂഅഹും, അവരുടെ മുഖങ്ങളിൽ അടിച്ചു കൊണ്ടിരിക്കുകയാണ്, വഅദ്ബാറഹും, അവരുടെ പുറങ്ങളിലും അടിക്കുകയാണ്. നിഷേധികളുടെ അവസ്ഥയാണ് ഖുർആൻ പറയുന്നത്. വദൂഖൂ അദാബൽ ഹരീഖ്, കരിച്ചു കളയുന്ന ശിക്ഷ നിങ്ങൾ ആസ്വദിക്കൂ എന്ന് അല്ലാഹുവിൻ്റെ മലക്കുകൾ അവരോട് പറയുമെന്നാണ്. അടിക്കും, അവരുടെ മുഖങ്ങളിൽ പ്രഹരിക്കും. പക്ഷേ നോക്കൂ നിങ്ങൾ, സത്യനിഷേധികളായ ആളുകൾ, കുറ്റവാളികളായ ആളുകൾ മരിക്കുമ്പോൾ കണ്ണിമ വിട്ടാതെ അവരിലേക്ക് നോക്കി നിന്നാലും മലക്കുകളുടെ അടി നമ്മൾ കാണുകയില്ല. മലക്കുകളുടെ അടി ഇന്നേ വരെ കണ്ടവരാരുമില്ല. പുറങ്ങളിൽ അടിക്കുമെന്നല്ലേ ഖുർആൻ പറയുന്നത്, മുഖങ്ങളിൽ അടിക്കുമെന്നല്ലേ ഖുർആൻ പറയുന്നത്. പക്ഷേ ആരും അത് കാണാറില്ലല്ലോ. നിഷേധികളുടെ മരണസമയത്ത് അവിടെ സന്നിഹിതരാകുന്ന ആളുകളില്ലേ, അവരെ പരിചരിക്കുന്ന ആളുകളില്ലേ, ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല. പക്ഷേ വിശുദ്ധ ഖുർആനിൻ്റെ ഈ ആയത്തിനെ നിഷേധിക്കാൻ ഒക്കുമോ? കണ്ണുകൊണ്ട് കണ്ടില്ല എന്നതുകൊണ്ട് ഇവിടെ അടിയില്ല എന്ന് നമുക്ക് നിഷേധിക്കാൻ ഒക്കുമോ? എത്രയെത്ര കാര്യങ്ങളുണ്ട്. റസൂലുള്ളാഹിന്റെ അടുക്കൽ ജിബ്രീൽ വന്നിട്ടുണ്ടല്ലോ. മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നവരാണ്. വഹിയുമായി അള്ളാഹുവിൻ്റെ മാലാഖ റസൂലിൻ്റെ അടുക്കൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അവിടുത്തെ അനുചരന്മാരാരും ജിബ്രീലിനെ കണ്ടിട്ടില്ല. പക്ഷേ അവിടുത്തെ അനുചരന്മാർ പറഞ്ഞില്ല, ജിബ്രീലിനെ ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നവരാരും പറഞ്ഞില്ല. അവരെല്ലാവരും വിശ്വസിക്കുകയാണ് ചെയ്തത്. അപ്പൊ സഹോദരങ്ങളെ, ഇത്തരം ന്യായങ്ങൾക്കൊന്നും ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല. പിന്നെ സാധാരണ പറയാറുള്ളത് വിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായം സൂറത്ത് യാസീനിലെ 52-ാമത്തെ വചനമാണ്. ആ വചനത്തിൽ പുനരുദ്ധാന സമയത്ത് മനുഷ്യർ പറഞ്ഞു പോകുകയാണ്, യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, യാ വൈലനാ, ഞങ്ങളുടെ നാശമേ, മൻ ബഅസനാ മിൻ മർഖദിനാ, ഞങ്ങൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നല്ലോ, ഞങ്ങളുടെ കബറിടങ്ങളിൽ സുന്ദരമായി ഞങ്ങൾ ഉറങ്ങുകയായിരുന്നല്ലോ, ആരാണ് ഞങ്ങളുടെ ഉറക്കിൽ നിന്ന് ഞങ്ങൾ ഉണർത്തിയത് എന്ന് മനുഷ്യർ പറഞ്ഞു പോകുന്ന ഒരവസ്ഥയെക്കുറിച്ച് ഖുർആൻ 36-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ചില ആളുകൾ ചോദിക്കുന്നു, ഖബറിൽ ശിക്ഷയുണ്ടെങ്കിൽ ഈ മനുഷ്യർ എങ്ങനെ ഇങ്ങനെ പറയും? കാരണം അവിടെ ആളുകൾ പറയുന്നത് ഞങ്ങളുടെ കബറിടങ്ങളിൽ ഞങ്ങൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്നാണ്. എന്നാൽ ഇതിന് 2 രൂപത്തിലുള്ള വിശദീകരണമാണ് ഇതിനെ വിശദീകരിക്കുന്ന മുഫസ്സിറുകൾ നൽകുന്നത്. ഒന്നാമത്തെ വിശദീകരണം മനുഷ്യരുടെ പ്രകൃതിയാലുള്ള ഒരു സ്വഭാവമാണ്. ഒരു അനുഗ്രഹമായ, ഒരു സൗഖ്യമായ അവസ്ഥയ്ക്ക് ശേഷം അതിനേക്കാൾ നല്ല സുന്ദരമായ ഒരു സുഖലോലുപത ലഭിക്കുമ്പോൾ ആദ്യത്തെ സൗഖ്യത്തെയും സുഖത്തെയും മറന്നുപോകുക എന്നുള്ളത് മനുഷ്യരുടെ ഒരു സ്വാഭാവികതയാണ്. ഒരു ബുദ്ധിമുട്ടിന് ശേഷം അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും സഹിക്കുമ്പോൾ ആദ്യത്തെ ബുദ്ധിമുട്ടിനെ നിസാരമായി കാണുക എന്നുള്ളത്
മനുഷ്യരുടെ പ്രകൃതിപരമായ ഒരു സ്വഭാവമാണ്. പരലോകത്ത് മനുഷ്യർ എത്തിപ്പെടുമ്പോൾ അവിടെ ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ഭുതകരമായ, ഒരു നിമിഷം ആലോചിച്ചിട്ട് പോലുമില്ലാത്ത അത്ഭുതകരമായ അവസ്ഥകൾ കാണുമ്പോൾ ഭൂമി ലോകത്തെ അവസ്ഥകളെക്കുറിച്ച്, അവർക്ക് മുമ്പുണ്ടായിരുന്ന കബറിടങ്ങളിൽ അവരനുഭവിച്ചിരുന്ന അവസ്ഥകളെക്കുറിച്ച് അവർ മറന്നുപോയിരിക്കുകയാണ്. അതിനെ അവർ നിസാരമായി കണ്ടിരിക്കുകയാണ്. കാരണം അതിനേക്കാൾ ഭയാനകമായ അവസ്ഥകളാണ് പരലോകത്ത് അവർ കാണുന്നത്. അതുകൊണ്ട് കബറിടത്തിലെ ശിക്ഷകളെ അവർ വിസ്മരിച്ചു പോയി എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ, മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത്, പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, പുനരുദ്ധാനത്തിന് മുമ്പ് എല്ലാ മനുഷ്യരെയും അള്ളാഹു ഒരു പ്രാവശ്യം ഉറക്കിക്കിടത്തുമെന്നാണ്. യഥാർത്ഥ രൂപത്തിലുള്ള ഒരു ഉറക്കം മുഴുവൻ മനുഷ്യരും പുനരുദ്ധാനത്തിന് മുമ്പേ അവർ അനുഭവിക്കേണ്ടി വരും. അങ്ങനെയുള്ളൊരു ഉറക്കം അവർക്കുണ്ടാകുമെന്ന് സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ആ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് ഈ പണ്ഡിതന്മാർ ഇങ്ങനെയാണ് പറയുന്നത്: ശരിയാണ്, ഉറക്കം ശരിയാണ്, അങ്ങനെയുള്ള ഒരു ഉറക്കം സംഭവിക്കുമെന്നാണ്. ഈ രണ്ട് വ്യാഖ്യാനങ്ങൾ എടുത്താലും ഖബർ ശിക്ഷയെ നിഷേധിക്കാൻ, ഈ വചനം മൂലം ഖബർ ശിക്ഷയെ നിഷേധിക്കാൻ ആർക്കും സാധ്യമേയല്ല. സത്യത്തിൽ ഖബർ ശിക്ഷയുണ്ട്, ഖബറിൽ അനുഗ്രഹങ്ങളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സഹോദരങ്ങളെ, ഖബറിൽ വെച്ച് മനുഷ്യർ ശിക്ഷിക്കപ്പെടാനുള്ള പല കാരണങ്ങളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില സംഗതികൾ നമ്മൾ അറിയണം. ഏതേത് നിമിഷങ്ങളാണ് നമ്മൾ മരണപ്പെടുക എന്ന് നമുക്കറിയില്ല. മരണശേഷം ഒരുപക്ഷെ ഖബറിൽ വെച്ച് മനുഷ്യർ ശിക്ഷിക്കപ്പെടുമ്പോൾ അതിൻ്റെ കാരണം ഭൂമി ലോകത്ത് വെച്ചേ നമ്മൾ അറിയണം. വിശ്വാസികൾ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പഠിക്കണം. ഒരുപാട് കാരണങ്ങളുണ്ട്. ഹദീസുകളിൽ ഒരുപാട് കാരണങ്ങൾ നമുക്ക് കാണാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അൽ ഇശ്റാഖു ബില്ലാഹ്, അള്ളാഹുവിൽ ശിർക്ക് ചെയ്യലാണ്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അള്ളാഹുവിൽ പങ്കുചേർത്ത ആളുകൾ ഖബറിൽ ശിക്ഷിക്കപ്പെടുമെന്നുള്ളതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അതാണല്ലോ അന്നാർ യുറലൂന അലൈഹ വദുവൻ വഅശിയ. ഫിർഔനും അവൻ്റെ ആളുകളും ചെയ്ത ഏറ്റവും വലിയ അപരാധം അള്ളാഹുവിൽ പങ്കുചേർത്തതായിരുന്നു. മൂസ നബിയെ തള്ളിക്കളഞ്ഞു. സത്യത്തിൻ്റെ സന്ദേശങ്ങൾക്കെതിരെ അവർ പുറംതിരിഞ്ഞു നിന്നു. സത്യത്തിൻ്റെ സന്ദേശങ്ങൾ സ്വീകരിക്കാതിരിക്കുക മാത്രമല്ല, സത്യം പിൻപറ്റിയ ആളുകളെ കൊടിയ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കി ഷിർക്കിൽ ഉറച്ചു നിന്ന് ഷിർക്കിൽ മരണപ്പെട്ടവരായിരുന്നുവല്ലോ ഫിർഔനും അവൻ്റെ ആളുകളും. അതുകൊണ്ട് തന്നെ അവർക്ക് ഖബറിൽ ശിക്ഷയുണ്ട്. അൽ ഇശ്റാഖു ബില്ലാഹ്, ഷിർക്കിനെ നമ്മൾ ഭയപ്പെടണം. എപ്പോഴും കടന്നു വരാനുള്ള, നമ്മളറിയാതെ കടന്നു വരുന്ന ഒരു വലിയ പാപമാണ്, മഹാപാപമാണ് ഷിർക്ക്, അൽ ഇശ്റാഖു ബില്ലാഹ്. രണ്ടാമതായി നമുക്ക് കാണാൻ കഴിയുന്നത്, വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്, അള്ളാഹുവിൻ്റെ ഉത്ബോധനങ്ങളെ നമ്മൾ ലാഘവ ബുദ്ധിയോടുകൂടെ തള്ളിക്കളയുമ്പോൾ, ഉത്ബോധനങ്ങൾക്കെതിരെ വിമുഖത കാണിക്കുമ്പോൾ, ഉത്ബോധനങ്ങളിൽ നിന്ന് തിരിഞ്ഞു പോകുമ്പോൾ ഖബറിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതേ, നമ്മുടെ ഉത്ബോധനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന ആളുകൾ, അവർക്ക് ഖബറിൽ മഈശതൻ ദൻകാ, കുടുസായ ജീവിതമുണ്ടായിരിക്കും. ഭൂമി ലോകത്ത് കുടുസായ ജീവിതമുണ്ടായിരിക്കും. അതിന് പുറമേ ഖബറിലും അവർക്ക് കുടുസായ ജീവിതമുണ്ടായിരിക്കുമെന്നാണ്. സഹോദരങ്ങളെ, ഉത്ബോധനങ്ങൾ കേൾക്കുമ്പോൾ, ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ തൻ്റെ ജീവിതവുമായി വല്ല ബന്ധവുമുണ്ടോ ആ ഉപദേശങ്ങൾക്ക് എന്ന് ഓരോരുത്തരും ആലോചിക്കേണ്ട വിഷയമാണ്, പേടിക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും, ഖബറിൽ ശിക്ഷ അനുഭവിക്കാനുള്ള മറ്റൊരു കാരണമാണ് കാപഢ്യം. ഭയപ്പെടേണ്ട വിഷയമാണ്. ഈമാൻ മനസ്സിൻ്റെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടില്ല എങ്കിൽ കാപഢ്യത്തിൻ്റെ വക്താക്കളായി മാറും നമ്മൾ. റസൂലിൻ്റെ അനുചരന്മാർ ഭയപ്പെട്ടിരുന്നു കാപഢ്യത്തെക്കുറിച്ച്. പിൽക്കാലത്ത് വന്ന പിൻതലമുറക്കാരും ഭയപ്പെട്ടിരുന്നു കാപഢ്യത്തെക്കുറിച്ച്. സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, ഒരു താബിഈ സഹോദരൻ പറയുകയാണ്, 30ഓളം റസൂലിൻ്റെ സ്വഹാബാക്കളെ ഞാൻ കണ്ടു. എല്ലാവരും ഭയപ്പെട്ടിരുന്നത് കാപഢ്യത്തെക്കുറിച്ചായിരുന്നു. എപ്പോഴും കാപഢ്യമുള്ള മനസ്സിനെ നമ്മൾ ഭയപ്പെടണം. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും, വമിമ്മൻ ഹൗലകും മിനൽ അഅറാബി മുനാഫിഖൂന വമിൻ അഹ്ലിൽ മദീന മറദു അലൻ നിഫാഖി ലാ തഅലമുഹും നഹ്നു നഅലമുഹും സനുഅദ്ദിബുഹും മറത്തൈൻ സുമ്മ യുറദ്ദൂന ഇലാ അദാബിൻ അദീം. ഖുർആനിൽ 9-ാം അധ്യായം സൂറത്ത് തൗബയുടെ 101-ാമത്തെ വചനം.
അതെ, ഇത് മുനാഫിക്കുകളായ ആളുകൾക്ക് ഖബർ ശിക്ഷയുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഈ വചനം. എന്താണ് ഈ വചനത്തിലുള്ളത്? വമിമ്മൻ ഹൗലക്കും, ഓ നബിയെ നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള മിനൽ അഅറാബി, അഅറാബികളായ ആളുകളുണ്ടല്ലോ, മുനാഫിഖൂൻ, അവർ കാപഢ്യന്മാരാണ്. അവരുടെ മനസ്സുകളിൽ കാപഢ്യമാണുള്ളത്, ശരിക്ക് വിശ്വസിച്ചിട്ടില്ല. വമിൻ അഹ്ലിൽ മദീന, മദീനയിലും ഒരുപാട് കപട വിശ്വാസികളുണ്ട്. മറദു അലൻ നിഫാഖി, അവർ കാപഢ്യത്തിൽ ശടിച്ചുറച്ചു നിൽക്കുന്നവരാണ്. ലാ തഅലമുഹും, നബിയെ നിങ്ങൾക്ക് മനുഷ്യരുടെ മനസ്സറിയുകയില്ല, അതുകൊണ്ട് അവരുടെ മനസ്സുകളിലുള്ള കാപഢ്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല. ലാ തഅലമുഹും, നിങ്ങൾക്ക് അവരെക്കുറിച്ച് അറിയുകയില്ല. നഹ്നു, നാമാണ് നഅലമുഹും, അവരെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അവരുടെ മനസ്സുകളിലേക്ക് ഈമാൻ പ്രവേശിച്ചിട്ടില്ല. സനുഅദ്ദിബുഹും മറത്തൈൻ, രണ്ട് പ്രാവശ്യം അവരെ നാം ശിക്ഷിക്കുന്നതാണ്. 2 പ്രാവശ്യം ശിക്ഷിക്കും. സുമ്മ യുറദ്ദൂന ഇലാ അദാബിൻ അദീം, പിന്നെ വേദനാജനകമായ കഠിനകഠോരമായ പരലോകത്ത് സംവിധാനിച്ച ശിക്ഷയിലേക്ക് അവരെ നാം തള്ളിവിടുകയും ചെയ്യും. നോക്കൂ നിങ്ങൾ, പരലോകത്ത് വരാനിരിക്കുന്ന ശിക്ഷയ്ക്ക് പുറമെ 2 പ്രാവശ്യം അവരെ ശിക്ഷിക്കുമെന്നാണ് പഠിക്കേണ്ടതാണ് നമ്മൾ. സനുഅദ്ദിബുഹും മറത്തൈൻ, 2 പ്രാവശ്യം ശിക്ഷിക്കും. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഖത്താദ പറയുകയാണ്, റബീഅ ബിൻ അനസ് എന്ന മനുഷ്യനും സഹോദരനും പറയുകയാണ്, സനുഅദ്ദിബുഹും മറത്തൈൻ, 2 പ്രാവശ്യം അവരെ ശിക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞില്ലേ? ഇഹ്ദാഹുമാ ഫിദ്ദുനിയാ വൽ ഉഖ്റാ ഹിയ അദാബുൽ ഖബർ, ഒന്ന് ദുനിയാവിൽ വെച്ച് നാഥന്റെ ശിക്ഷയാണ്. രണ്ടാമത്തേത് വൽ ഉഖ്റാ, രണ്ടാമത്തേത് ഹിയ അദാബുൽ ഖബർ, ഖബറിൽ വെച്ച് മനുഷ്യർ മുനാഫിക്കുകൾ അനുഭവിക്കേണ്ട ശിക്ഷയാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെയും ഖബർ ശിക്ഷ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെടുകയാണ്. സഹോദരങ്ങളെ, ഇനിയും ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമീമത്ത്. നമീമത്ത് പറയുക, തൻ്റെ സഹോദരനെക്കുറിച്ച് ഇല്ലാത്തത് പ്രചരിപ്പിക്കുക, അവനെക്കുറിച്ച് ദുഷിച്ചു പറയുക, അതൊരിക്കലും പാടില്ലാത്ത വിഷയമാണ്. അങ്ങനെയുള്ള ആളുകൾ ഖബറിൽ ശിക്ഷിക്കപ്പെടും. റസൂലുള്ള പറയുകയാണ്, മർറ ബി ഖബറൈൻ, റസൂലുള്ള 2 ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുന്ന ഒരു സന്ദർഭം. ഫഖാൽ, അവിടുന്ന് പറഞ്ഞു, ഇന്നഹുമാ ലയുഅദ്ദിബാനി, അവർ 2 പേരും അവരുടെ ഖബറിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അനുജന്മാരോട് റസൂലുള്ള പറയുകയാണ്, വമാ യുഅദ്ദിബാനി ഫീ കബീരിൻ, എൻ്റെ അനുചരന്മാരെ, നിങ്ങളുടെ കാഴ്ചയിൽ വലിയൊരു പാപം ചെയ്തത് കൊണ്ടല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത്, എന്നാൽ വലിയ പാപമാണ്. അമ്മാ അഹദുഹുമാ, ഈ 2 ഖബറിൽ കിടക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവരിൽ ഒരാൾ കാന യംശി ബിൻ നമീമ, നമീമത്തുമായി ആളുകൾക്കിടയിലൂടെ നടക്കുന്ന വ്യക്തിയായിരുന്നു. തൻ്റെ സഹോദരനെ കുറിച്ച് അരുതാത്തത് പറഞ്ഞ് പ്രചരിപ്പിച്ചയാളാണ്. തൻ്റെ സഹോദരനെ കുറിച്ച് ദുഷിച്ചു പറഞ്ഞ വ്യക്തിയാണ്. തൻ്റെ സഹോദരൻ്റെ ഭാവത്തിൽ വേണ്ടതും വേണ്ടാത്തതും അവനിഷ്ടമില്ലാത്തത് പറഞ്ഞ് പ്രചരിപ്പിച്ച വ്യക്തിയാണ്. കാന യംശി ബിൻ നമീമ വ അമ്മൽ ആഖർ, മറ്റേ വ്യക്തിയുണ്ടല്ലോ, ലാ യസ്തതിറു മിൻ ബൗലിഹി, മൂത്രിച്ചു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും ശുദ്ധിയാക്കുമായിരുന്നില്ല. മൂത്രിച്ചിട്ട് ശുദ്ധിയാക്കാത്ത വ്യക്തിയാണ് ഈ ഖബറിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, മൂത്രിച്ചിട്ട് അത് കഴുകുക എന്നുള്ളത് നമ്മുടെ കണ്ണിൽ നിസാരമായ ഒരു സംഗതിയാണ്. ഇസ്ലാം ശുചിത്വത്തിന് ഏറെ പ്രോത്സാഹനം നൽകുന്ന ഒരു മതമാണ്. അങ്ങനെ നമ്മുടെ കണ്ണിൽ നിസാരമായ ഈ വിഷയത്തിന് പോലും ഖബറിൽ ശിക്ഷ അനുഭവിക്കപ്പെടുന്നുവെങ്കിൽ നോക്കൂ നിങ്ങൾ, വലിയ വലിയ പാപങ്ങൾക്ക് ഖബറിൽ മനുഷ്യർ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥകളെക്കുറിച്ച് നമുക്ക് ആലോചിക്കാവുന്നതേയുള്ളൂ. മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം, അക്തറ അദാബിൽ ഖബരി മിനൽ ബൗൽ, മൂത്രിച്ചിട്ട് കൃത്യമായി ശുചീകരിക്കാത്ത വ്യക്തികളാണ് ഖബറിൽ അധികവും ശിക്ഷിക്കപ്പെടുന്നത്. ഇത് ആയിഷ ബീവിക്ക് അറിയുമായിരുന്നില്ല. ആയിഷ ബീവിക്ക് ഈ സംഗതി അറിയുമായിരുന്നില്ല. റസൂലുള്ള ഒരു സുപ്രഭാതത്തിൽ ഇത് പറഞ്ഞു കൊടുത്തു. അക്തറു അദാബിൽ ഖബർ മിനൽ ബൗൽ, മൂത്രിച്ചിട്ട് ശുദ്ധിയാക്കാത്തത് കൊണ്ടാണ് ഖബറിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് റസൂലുള്ള പറഞ്ഞപ്പോൾ ആയിഷ ബീവിക്ക് അത് മനസ്സിലായി. എന്നിട്ട് പറയുകയാണ് ആയിഷ ബീബി, ഫമാ സല്ലാ ബഅദു യൗമഇദിൻ, ആ വിഷയം ഞാൻ പഠിച്ചത് മുതൽ ഞാൻ നമസ്കരിച്ചിട്ടേ ഇല്ല. ഇല്ലാ ഖാല ദുബുറ കുല്ല സ്വലാത്തിൻ, എല്ലാ നമസ്കാരത്തിന്റെ അവസാനങ്ങളിലും അത്തഹിയാത്തിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ചിട്ടല്ലാതെ റബ്ബി ജിബ്രീല വ മീകായില വ ഇസ്രാഫീല അഇദിനി മിൻ ഹർരിൻ നാരി വ അദാബിൽ ഖബർ, മീകായിലിന്റെ നാഥ, ഇസ്രാഫീലിന്റെ നാഥ, ജിബ്രീലിന്റെ രക്ഷക,
കബറിൽ നിന്ന്, നരകത്തിൻ്റെ ചൂടിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുന്നതോടൊപ്പം കബറിൻ്റെ ശിക്ഷയിൽ നിന്ന് നാഥാ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന് പറയാതെ ആയിഷ ബീവിയുടെ ഒരു നമസ്കാരം കഴിഞ്ഞു പോയിട്ടില്ല എന്ന് ഹദീസുകളിൽ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയാണ്. സഹോദരങ്ങളെ, പഠിക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും, കടമുള്ള ആളുകൾ ആ കടം വീട്ടിയിട്ടില്ല എങ്കിൽ, അതെത്രയും വേഗം വീട്ടിയിട്ടില്ല എങ്കിൽ അവരും കബറിൽ യാതനകൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. സഅദ് ബിൻ അത്വൽ എന്ന് പറയുന്ന ഒരു സഹാബി വര്യൻ ഈ ഒരു സംഗതി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, അന്ന അഖാഹു, അദ്ദേഹത്തിന് ഒരു സഹോദരനുണ്ടായിരുന്നു, മാത വതറക, അദ്ദേഹം മാത മരിക്കുകയും വതറക 300 ദിർഹം, 300ഓളം ദിർഹം അയാൾ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു. വതറക ഇയാലൻ, അയാൾക്ക് കുറേ കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഫഅറത്തു അൻ അൻഫക അലാ ഇയാലിഹി, അദ്ദേഹത്തിൻ്റെ പ്രാരാബ്ദങ്ങൾക്ക് വേണ്ടി ഞാൻ ആ ദിർഹം ചിലവഴിക്കാൻ ഉദ്ദേശിച്ചു. ആ സമയത്ത് ഫഖാല ലി റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ എന്നോട് പറഞ്ഞു, ഇന്ന അഖാക മഹ്ബൂസും ബിദൈനിഹി, നിന്റെ സഹോദരൻ കബറിൽ കടവുമായി കെട്ടിപ്പിണഞ്ഞ് കിടക്കുകയാണ്. ഫദ്ഹബ് ഫഖ്ലി അൻഹു, നീ വേഗം പോകൂ, അദ്ദേഹത്തിൻ്റെ കടം നീ വീട്ടുക. നോക്കൂ നിങ്ങൾ, കടം വീട്ടിയിട്ടില്ല എങ്കിൽ ആ മനുഷ്യനും കബറിൽ കെട്ടിപ്പിണഞ്ഞ് അവൻ കൃത്യമായി അവനെ വിചാരണ ചെയ്യുമ്പോൾ കടവുമായി ബന്ധപ്പെട്ട മനുഷ്യനാണെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇതൊക്കെ കബറിൽ ശിക്ഷ അനുഭവിക്കാനുള്ള കാരണങ്ങളിൽ ചിലത് മാത്രമാണ്. ഇനിയും ഒരുപാട് കാരണങ്ങളുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ പരലോക വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഖബർ ജീവിതം. ഖബറിൽ ലക്ഷശിക്ഷകളുണ്ട് എന്നുള്ളത് പരലോക വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. പരലോക വിശ്വാസത്തിൻ്റെ തുടക്കമായ ജീവിതമാണിത്. ഇത് നമ്മൾ അറിയുകയും പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക. ഏതേത് സമയങ്ങളിലും ഹൃദയത്തിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുക, നാഥ ഖബറിലെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തേണമേ. സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ നമസ്കാരങ്ങളിൽ ഇത് പ്രാർത്ഥിക്കണമെന്ന് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബർ. നാഥാ, നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നതോടൊപ്പം ഖബറിലെ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങൾ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. ഇത് നമ്മൾ പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന പഠിച്ച് പ്രാർത്ഥിക്കുക, മനസ്സറിഞ്ഞ് നാഥനോട് പ്രാർത്ഥിക്കുക. ഖബറിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന കാരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. അങ്ങനെ റബ്ബ് ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ ദാസന്മാരായി ജീവിക്കാൻ നമ്മൾ ആവുന്നത്ര പണിയെടുക്കുക. നാഥൻ നമ്മെ ഏവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. നാഥൻ്റെ എല്ലാ നിയമങ്ങളും സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ സർവശക്തൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ നാഥ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. ഖബറിൽ മനുഷ്യർ ശിക്ഷകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തമ്പുരാനെ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ കാത്തു സംരക്ഷിക്കണമേ തമ്പുരാനെ. അതിനുശേഷം പരലോകത്ത് നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഭവനമായ സ്വർഗത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.